ഉരുൾപൊട്ടലിൽ സർവ്വതും നഷ്ടമായ വയനാട് ജനതയ്ക്ക് കരുതലായി ഭാരത സൈന്യം. ദുരന്ത മേഖലയിലേക്ക് സൈന്യം എത്തിയതോടെയാണ് രക്ഷാദൌത്യം സജീവമാകുന്നത്. രക്ഷാദൌത്യത്തിന്റെ നിർണായക ഘട്ടമായ ബെയിലി പാലവും രാപ്പകലില്ലാതെ സൈന്യം പൂർത്തീകരിച്ചു. കണ്ണും കരളും സങ്കടത്തിലാഴ്ത്തി മാറുപിളർന്ന ദുരന്ത ഭൂമിയെ ദുരിതാശ്വാസത്തിനായി കൂട്ടിമുട്ടിക്കാനാണ് സൈന്യം ബെയിലി പാലം നിർമ്മിച്ചത്. ചൂരൽമലയെയും മുണ്ടക്കൈയെയും ബന്ധിപ്പിച്ചിരുന്ന പഴയ പാലം ഉരുൾപൊട്ടലിൽ തകർന്നിരുന്നു. തുടർന്ന് പുഴയ്ക്ക് കുറുകെ വടം കെട്ടിയും താൽക്കാലിക പാലം നിർമ്മിച്ചുമാണ് സൈന്യം രക്ഷാപ്രവർത്തനം നടത്തിയത്. എന്നാൽ കനത്ത മഴയിൽ സൈന്യം നിർമ്മിച്ച ആ പാലവും മുങ്ങിപ്പോയി. ഇതോടെ രക്ഷാദൗത്യം അസാധ്യവുമായി. പലപ്പോഴായി പാലം നിർമ്മാണത്തെ കാലാവസ്ഥ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്തു. എന്നാൽ പ്രതിസന്ധികളെ അതിജീവിച്ച് രാപകലില്ലാതെ അധ്വാനിച്ച് സൈന്യം ബെയിലി പാലം പൂർത്തിയാക്കി. അടിയാണ് പാലത്തിന്റെ നീളം. 24 ടൺ ഭാരം വഹിക്കാൻ ഈ സൈനിക പാലത്തിന് കഴിയും. കണ്ണൂർ പ്രതിരോധ സുരക്ഷാ സേനയിലെ ക്യാപ്റ്റൻ പുരൻ സിംഗ് നഥാവതാണ് ബെയിലി പാലത്തിന്റെ പ്രവർത്തനം ഏകോപിപ്പിച്ചത്. 17 ട്രക്കുകളിലായി പാലം നിർമ്മാണ സാമഗ്രികൾ വയനാട്ടിലേക്ക് എത്തിക്കുകയായിരുന്നു. ബ്രിട്ടീഷുകാരനായ ഡൊണാൾഡ് ബെയ്ലിയുടെ കണ്ടുപിടുത്തമായ ഈ പാലം ലോകത്തെങ്ങുമുള്ള ദുരിതബാധിത മേഖലകളിലെ രക്ഷാപ്രവർത്തനങ്ങളിൽ വലിയ പങ്കാണ് വഹിക്കുന്നത്. പ്രദേശത്ത് പുതിയ പാലം നിർമ്മിക്കുന്നതുവരെ ബെയിലി പാലം ഇവിടെ നിലനിർത്തുമെന്നും ഭാരവാഹനങ്ങൾക്ക് ഇതിലൂടെ സുരക്ഷിതമായി കടന്നുപോകാമെന്നും കമാൻഡിംഗ് ജനറൽ വിനോദ് ടി മാത്യു പറഞ്ഞു. ഇത് 24 ടൺ വരെയുള്ള വാഹനങ്ങൾ ഇതിൽ കൂടി കടന്നു പോകാൻ പറ്റും. ട്രക്ക് എല്ലാം ഇതിൽ കൂടി പോകാൻ പറ്റും. നീളം ഇത് 190 അതുകൊണ്ട് നീളം അല്പം കൂടുതലുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനൊരു പിയർ ഒരു തൂണ് കൊടുക്കേണ്ടി വന്നു ഇടയ്ക്ക്. അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് ഉപയോഗിച്ചാണ് ഞങ്ങൾ ഈ പാലം നിർമ്മിച്ചത്. പാലം നിർമ്മാണം പൂർത്തിയായതോടെ മുണ്ടക്കൈയിലെ തെരച്ചിലിന് വേഗം കൂട്ടാൻ കഴിയുമെന്ന വിശ്വാസത്തിലാണ് സൈന്യം. ഉരുൾപൊട്ടലിൽ തകർന്ന പ്രതീക്ഷകൾക്കും സ്വപ്നങ്ങൾക്കും സന്തോഷത്തിനും നടുവിൽ വിറങ്ങലിച്ചു നിൽക്കുന്ന മുണ്ടക്കൈയിലെ ജനങ്ങൾക്ക് അതിജീവനത്തിന്റെ കരയിലേക്ക് എത്തിച്ചേരാനുള്ള രക്ഷാ കവചമായി ഇത് മാറുമെന്നുറപ്പ്. ദേശസ്നേഹത്തിന്റെ കരുത്തിൽ പടുത്തുയർത്തിയ ബെയിലി പാലം അങ്ങനെ വയനാട് ദുരന്ത ഭൂമിയിൽ മറ്റൊരു രക്ഷാപാലമായി മാറുന്നു. സൈന്യത്തിന് ജനം ടിവിയുടെയും ബിഗ് സല്യൂട്ട്. ന്യൂസ് ഡെസ്ക് ജനം.